ാണ് തൃശൂർ പട്ടിക്കാട് ലാലീസ് ഹോട്ടൽ ഉടമ KP ഔസേപ്പിനെയും മകനെയും PG പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 2023 മെയ് 24-നായിരുന്നു ഈ സംഭവം ഉണ്ടായത്. PG SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഇവരെ മർദ്ദിച്ചത്. ഔസേപ്പിനെയും മകൻ പോൾ ജോസഫിനെയും സ്റ്റേഷനിൽ എത്തിച്ചാണ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ മർദ്ദിച്ചതും അപമാനിച്ചതും. 1.5 വർഷത്തെ നിയമ പോരാട്ടം ഈ വിഷയത്തിൽ അവർ നടത്തിയതിനു ശേഷം ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ദൃശ്യങ്ങൾക്ക് അപേക്ഷ നൽകിയെങ്കിലും വിവിധ കാരണങ്ങൾ പറഞ്ഞ അപേക്ഷ തള്ളുകയായിരുന്നു. അതിനൊടുവിൽ ഇപ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഈ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരികയാണല്ലോ. ഇത് എന്ന് നടന്ന സംഭവമാണ്? ഇക്കാര്യത്തിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ സൂരജ് ഇതുവരെ? ഉന്മേഷ്, കുന്നംകുളത്ത് നടന്ന പോലീസ് അതിക്രമത്തിന് പിന്നാലെ ഇപ്പോൾ PG പോലീസ് സ്റ്റേഷനിൽ നടന്ന അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. 2023 മെയ് 24-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫണ്ട്സ് ഹോട്ടൽ ഉടമയായിട്ടുള്ള KP ഔസേപ്പിനെയും ഔസേപ്പിന്റെ മകൻ പോൾ ജോസഫ് എന്നിവരെ ഈ PG പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കേസിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഹോട്ടലിലെ ഭക്ഷണത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഈ PG SI ആയിരുന്ന PM രതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇവർ ഈ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ വിട്ടുകിട്ടുന്നതിന് വേണ്ടി പലതവണ അപേക്ഷ നൽകി. ആ സമയത്തൊക്കെ മാവോവാദി ഭീഷണി, അതോടൊപ്പം തന്നെ സ്ത്രീ സുരക്ഷയെ ബാധിക്കുന്ന ദൃശ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ദൃശ്യങ്ങൾ കൈമാറാൻ കഴിയില്ല എന്ന വാദമുഖങ്ങളായിരുന്നു ഈ പോലീസ് ഉയർത്തിയത്. ഒടുവിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടതിന് ശേഷമാണ് ഈ ദൃശ്യങ്ങൾ നൽകാൻ പോലീസ് തയ്യാറായത്. 1.5 വർഷത്തെ നിയമപോരാട്ടം എടുത്തു ഈ ദൃശ്യങ്ങൾ ലഭിക്കാൻ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ കുറ്റക്കാർക്കെതിരെ ഇതുവരെയും ഒരു നടപടിയും ഉണ്ടായില്ല. ഈ മർദ്ദിച്ച SIയെ കൂടി പ്രതി ചേർക്കാൻ ഔസേപ്പ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തും ഒരു തീരുമാനമായിട്ടില്ല. നിലവിൽ ഈ ഔസേപ്പ് അടക്കം പറയുന്നത് ഈ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന അതിന്റെ ഭീകരത മനസ്സിലായിട്ടും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, ഈ SIക്കെതിരെ നടപടി ഉണ്ടാകാതെ പോയതിലുള്ള ഒരു പ്രതിഷേധം ഇവരും രേഖപ്പെടുത്തുന്നുണ്ട്. ഉന്മേഷ്, സൂരജ്, ഇപ്പോൾ ഈ രണ്ടുപേരുടെ മുഖത്തടിക്കുകയാണല്ലോ SI. ഇക്കാര്യത്തിൽ ഈ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കൊന്നും ഇവർ ഈ മർദ്ദനം കാണിച്ചും ഈ ദൃശ്യങ്ങൾ നൽകിയും പരാതി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ സൂരജ്? ഉന്മേഷ്, ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം ഇവർ പരാതി നൽകിയതാണ്. പക്ഷെ ആ പരാതിയിന്മേൽ കാര്യക്ഷമമായ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഒടുവിലാണ്, അതായത് ദൃശ്യങ്ങൾ നൽകുന്നതിന് വേണ്ടി പലതവണ ഈ വിവരാവകാശ കമ്മീഷനെ അടക്കം സമീപിക്കുന്നു. അങ്ങനെ വിവരാവകാശ നിയമപ്രകാരം നൽകിയ പരാതിയിൽ പലതവണ അപ്പീലടക്കം നൽകിയതാണ്. പക്ഷെ അപ്പീലടക്കം നൽകിയെങ്കിൽ പോലും അതെല്ലാം ഈ മാവോവാദി ഭീഷണിയും അതോടൊപ്പം തന്നെ മറ്റ് സ്ത്രീ സുരക്ഷാ വിഷയങ്ങളും പറഞ്ഞുകൊണ്ട് തള്ളുകയായിരുന്നു.